രതിരഥമേറി അഹന്തരമ്യരൂപം പ്രതിപുറമേ പെരുമാറിടുന്ന ജസ്മം. എവിടെയാ ഇത് പറയുന്നത്? ആത്മോപദേശ ശതകത്തിൽ. രതിരഥമേറി അഹന്ത ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അല്ലേ? അവിടെ നാം സർവ്വതിനെയും മറന്നു കളയുകയാണ്. അതുകൊണ്ട് ആ സർവ്വതിനെയും നമ്മളിലേക്കൊന്ന് കൊണ്ടുവരുവാനായിട്ട് ഗുരുതൃപ്പാദങ്ങൾ നമ്മെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഈശ്വരനോട് അടുക്കുവാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഗുരുതൃപ്പാദങ്ങൾ സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരിക്കലും അദ്വൈതത്തിലേക്ക് കടന്നു പോകാൻ ഗുരു പറഞ്ഞില്ല. ആദ്യം എന്ത് ചെയ്യണം? അവർ സ്ഥൂലമായ രൂപത്തിൽ ഈശ്വരനെ ഒന്ന് ദർശിക്കണം. അങ്ങനെ സ്ഥൂലമായ രൂപത്തിൽ ഈശ്വരനെ ദർശിക്കുവാൻ വേണ്ടി ഗുരുതൃപ്പാദങ്ങൾ 1888 ഇതാ പിള്ളത്തടം ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പഠിക്കുന്നുണ്ട് അല്ലേ? അവിടെ ഇരുന്നു കൊണ്ട് തപസ് ചെയ്തു. ഗുരു ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇറങ്ങിപ്പോരുകയാണ്. ഇറങ്ങിപ്പോരുന്നത് വെറുതെയാണോ? സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുന്ന ഒരു കീർത്തനത്തിൽ മിക്കവാറും എല്ലായിടത്തും ഞാൻ പറയാറുള്ളതാണ്, ഗുരുതൃപ്പാദങ്ങൾ ആ സുബ്രഹ്മണ്യൻ തന്നോട് ചേർക്കുവാൻ, ഗുരുവിനെ തന്നോട് ചേർക്കുവാൻ വന്നതാവാം. ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മധുരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. കഷ്ടം ദീനം പിടിച്ചും മധുര കുടിച്ചും കിടക്കുന്ന ജനതയെ കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ മലമുകളിലേക്ക് ഗുരു കയറിപ്പോയത്. നാം ആരാണെന്നൊരു തിരിച്ചറിവുണ്ടായി. അറിവല്ല, തിരിച്ചറിവ് അല്ലേ? നമുക്കൊക്കെ അറിവുണ്ട്, എന്താ ഇല്ലാത്തത്? തിരിച്ചറിവാണുള്ളത് അല്ലേ? അതുകൊണ്ട് ആ തിരിച്ചറിവുണ്ടായതിനു ശേഷം ഗുരുതൃപ്പാദങ്ങൾ ഇതാ ഭൂമിയിലേക്ക് തിരികെ ഇറങ്ങുവാൻ കണ്ട കാരണം എന്താണ്? കഷ്ടം ദീനം പിടിച്ചും മധുര കുടിച്ചും കിടക്കുന്ന ജനതയെ രക്ഷിക്കുവാനായിട്ടാണ് നാം ഇവിടെ അവതാരം എടുത്തിരിക്കുന്നത്. അവതാരം എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വന്ന നക്ഷത്രമാണ് ഗുരു അല്ലേ? അവതാരം, താഴേക്ക് ഇറങ്ങി വന്ന നക്ഷത്രം. അങ്ങനെ ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ നക്ഷത്രം എന്തിനു വേണ്ടിയാണ്? ദീനം പിടിച്ചും മധുര കുടിച്ചും കിടക്കുന്ന ജനങ്ങളെ രക്ഷിക്കുവാൻ. നമുക്ക് കാശ് തന്നാണോ രക്ഷിച്ചത്? അല്ല, ജ്ഞാനം തന്നു. ജ്ഞാനസാഗരമാണ് ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് തന്നത് അല്ലേ? വേണ്ടുവോളം കോരി കുടിക്കുവാൻ ജ്ഞാനസാഗരം നമുക്ക് തന്നു. പക്ഷേ നാം അതിൻ്റെ അറ്റത്ത് പോലും എത്തുന്നില്ല. എത്തുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ആ സാഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായിത്തീരും. ഉപ്പുപാവ എങ്ങനെയാണോ കടൽ കാണാൻ ഇറങ്ങിയത് അതുപോലെ ആയിത്തീരണമെന്നാ പറയുന്നത്. ആ ജ്ഞാനസാഗരത്തിലേക്ക് ഇറങ്ങിയാൽ താനും ബ്രഹ്മവും ഒന്നാണെന്ന് നാം എല്ലാം അറിയണം അല്ലേ? നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് നമ്മോട് ഗുരു പറഞ്ഞെങ്കിൽ അത് നമുക്ക് വേണ്ടി, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എഴുതി തന്ന കൃതിയാണ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും അത് തന്നെ ആയിത്തീരണമെന്നാണ് ആര് പറഞ്ഞു തരുന്നത്? ഗുരു തൃപ്പാദങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. 1893 എവിടെ വെച്ച് എഴുതിയ പ്രാർത്ഥനയാണത്? കോലത്തുകരയിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ രാമൻ മുതലാളി എന്ന് പറയുന്ന പരമജ്ഞാനി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളോട് പറഞ്ഞു, സ്വാമി, ഒരു ഈശ്വരനെയും പൂജിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ കൺ കണ്ട ദൈവം ആര് തന്നെയാകുന്നു? സ്വാമി, അങ്ങ് തന്നെയാകുന്നു. അതുകൊണ്ട് അങ്ങയുടെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞപ്പോൾ എഴുതിയെടുത്തോളാമോ എന്ന് ഗുരു ചോദിച്ചു. അങ്ങനെ അവിടെ വെച്ച് എഴുതിയെടുത്ത കൃതിയാണ് ഏത്? ഗദ്യ പ്രാർത്ഥന. ഗുരുവിൻ്റെ ദർശനം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ വെറും 14 വരികളിൽ തീർത്തുകൊണ്ട് ശ്രീനാരായണ ഉപനിഷത്ത്, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് തന്ന ഉപനിഷത്താണ്. ഗുരു നമ്മളുടെ അടുത്ത് അല്ലേ? ഉപനിഷത്ത് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുക. ഗുരു നമ്മളുടെ അടുത്തിരിക്കുകയാണ്. ആ കൃതി വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ വെറുതെ വായിച്ച് പഠിക്കത്ത് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമോ?
ഒരിക്കലും നമ്മൾ കടന്നു ചെല്ലുന്നില്ല. നമുക്കെല്ലാം വേറെ വേറെയാണ് അല്ലേ? ഞാൻ വേറെ നീ വേറെ എന്ന് പറയുമ്പോൾ ഗുരു തൃപ്പാദങ്ങൾ ഇതാ പറയുകയാണ്. എന്താ പറയുന്നത്? നാം ശരീരമല്ല അറിവാകുന്നു അല്ലേ? അത് ഒരാളുടെ കാര്യമാണോ പറഞ്ഞത്? അല്ല, സർവരുടെയും കാര്യമാണ്. അറിവെന്ന് പറഞ്ഞാൽ ഈശ്വരനാകുന്നു അല്ലേ? അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനാണ്. നാം ശരീരമല്ല ഈശ്വരനാകുന്നു എന്നാ പറഞ്ഞത് അല്ലേ? അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞത് തന്നെ. അഹം ബ്രഹ്മാസ്മി എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന എന്താണ്? ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി നമനോ ബുദ്ധിർന ചിത്തം വപുഃ പ്രാണാഹം ഹൃദയോ അന്യദപ്യസദ് അവിദ്യാ കൽപ്പിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗദിദം ത്വത്തപരം നാന്യതോ. കേട്ടിട്ടുണ്ടോ ഈ പ്രാർത്ഥന? ബ്രഹ്മവിദ്യാ പഞ്ചകം. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പറഞ്ഞു തരികയാണ്. എന്താ? ത്വം ഹി ബ്രഹ്മ, നീ ആരാകുന്നു? ബ്രഹ്മമാകുന്നു. ഈ ഒരു ജ്ഞാനമാണ് നമുക്ക് ഗുരു തന്നത് അല്ലേ? ഈ ഒരു ജ്ഞാനമാണ് നമുക്ക് തന്നത് ഗുരു. ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മമാകുന്നു. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചൊരു മാഷുണ്ട്. അതായത് ഉപനിഷത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് എടുത്തന്ന്. ഞങ്ങളാരും ഉപനിഷത്തൊന്നും വലുതായിട്ട് പഠിച്ചവരൊന്നും അല്ല. എങ്കിലും ചില ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കാനുള്ള ഒരു വലിയ കൃപ ഭഗവാന്റെ തന്നൊരു കൃപയാണ്. അങ്ങനെ OM മാത്യു സാർ എന്ന് പറയുന്ന ഒരു സാറേ ക്ലാസ്. അങ്ങനെ OM മാത്യു സാറ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. എല്ലാവരും പറയും പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു, നീ പാപിയായിട്ട് ജനിക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്? പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു, നീ പാപിയാകുന്നു എന്ന് പറയുമ്പോൾ ഇതാ വേദങ്ങളും ഉപനിഷത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നീ ബ്രഹ്മമാകുന്നു അല്ലേ? ആ വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കാൻ അറിയാൻ വയ്യാന്ന നമുക്ക് അതിൻ്റെ സാരാംശങ്ങൾ മുഴുവൻ ഇതാ മനുഷ്യ മനസ്സിൻ്റെ വേദനകളെ കടഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ സാരാംശങ്ങളെ മുഴുവൻ നമുക്ക് പകർന്നു തന്നത് ആരാണ്? വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരുവൻ താൻ അല്ലേ? വേദാഗമസാരങ്ങൾ അറിഞ്ഞ ഇതാ സാക്ഷാൽ ശ്രീനാരായണ പരമഹംസൻ നമുക്ക് പറഞ്ഞു തന്നു. ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മമാകുന്നു. അതാണ് നമുക്ക് കിട്ടിയ അറിവ്. ആ ജ്ഞാനസൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അറിവും അത് തന്നെയാണ്. എന്താണ്? നീ ബ്രഹ്മമാകുന്നു. നമുക്ക് ആരെങ്കിലും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഒന്നിനെയും ഭയപ്പെടാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണം അല്ലേ? അത് ധാർമ്മികമായി ജീവിക്കുവാൻ നമുക്ക് ധർമ്മോപദേശം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തന്നു. അതിനെന്ത് ചെയ്യണം? നല്ല പ്രാർത്ഥനകൾ ആവശ്യമാണ്. സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നാം കാണണം. സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു തന്നത് ഏത് ഭാഷയിലാണ്? നമുക്കാർക്കും പിടികിട്ടാത്ത സംസ്കൃത ഭാഷയിലായിരുന്നു അല്ലേ? നമുക്കാർക്കും പിടികിട്ടാത്ത സംസ്കൃത ഭാഷയിൽ വളരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു വെച്ചു. പക്ഷേ പാവപ്പെട്ടവരായി നമുക്കിതുവല്ലോ മനസ്സിലായോ? ഇല്ല. അതുകൊണ്ട് ഇതാ നമ്മുടെ ഇടയിൽ ഇതാ ഈശ്വരൻ ജനിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു, നമുക്കറിയാവുന്ന ഭാഷയിലേക്ക് ആ ഈശ്വരനൊന്ന് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളുടെ ഭാഷയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. ആദ്യം സ്ഥൂലമായ പ്രതിഷ്ഠ ചെയ്തു, എന്നിട്ട് നിങ്ങളെല്ലാവരും ഒന്നാകാനാണ് പറഞ്ഞത് അല്ലേ? താത്വികതയുടെ ബ്രഷ് ആത്മജ്ഞാനത്തിൻ്റെ ചായത്തിൽ മുക്കി വിശ്വസാഹോദര്യത്തിൻ്റെ ചിത്രം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വരച്ചത് ഏതാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകസ്ഥാനമാമിത്. കേരളത്തിൻ്റെ തെക്കേറ്റത്തൊരു മൂലയിൽ ഇതാ ഒരു ശിലയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ലോകത്തോട് മുഴുവനായിട്ടും പറഞ്ഞ ആദ്യത്തെ സന്ദേശമാണത്. ഏത്? ജാതിഭേദം മതദ്വേഷം. ഈ ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് എന്തിനു വേണ്ടിയാ? മതങ്ങളെ ദുഷിച്ചുകൊണ്ട് അല്ലേ? ഓരോ മതത്തെയും തൻ്റെ മതമാണ് വലുത്, തൻ്റെ മതമാണ് നല്ലത്, തങ്ങളുടെ മതാചാര്യൻ പറഞ്ഞതാണ് നല്ലത്, ഇത് പറഞ്ഞുകൊണ്ട് യുദ്ധം നടക്കുമ്പോൾ, യുദ്ധകാഹളങ്ങൾ മുഴക്കുമ്പോൾ ഈ യുദ്ധകാഹളങ്ങളെല്ലാം അവസാനിപ്പിക്കത്തക്ക രീതിയിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും
സോദരത്വേന വാഴുന്ന മാതൃകസ്ഥാനമാമിത്. എത്ര മനോഹരമായ അല്ലേ, എത്ര മനോഹരമായ ചതുഷ്പതിയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് തന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇവിടെ മാത്രമല്ല ഈശ്വരൻ ഇരിക്കുന്നതാണോ? എവിടെ ഇരിക്കുന്നു? അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു. എവിടാ പറഞ്ഞത്? സ്വാനുഭവ ഗീതി എന്ന് പറയുന്നൊരു കൃതി കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ എത്ര കൃതി ഗുരുവിൻ്റെ ജ്ഞാനസരണിയിൽ നിന്നും ഒഴുകി വന്ന നമുക്ക് വേണ്ട ജ്ഞാനങ്ങളെല്ലാം തന്നിരിക്കുന്നത് ഈ കൃതികളിലൂടെയാണ്. അവിടെ പറയുകയാണ്, അകവും പുറവും ഒഴിഞ്ഞൻ ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു.